വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഈക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്നതിൽ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണ്. ഇക്വേഷൻ എന്താ പറയണം നോക്കൂ, 239x മൈനസ് എന്താ പറയണോ 239y പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0 എന്നാണ് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കിട്ടിയ ഡാറ്റ എന്ന് പറയുന്നത് നമ്മളവിടെ നോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് y എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷൻ അപ്പോൾ ഇതാണ്, നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനിൽ y ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം, 0 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കണ്ടീഷൻ ഇതാണ്, പുട്ടിങ് y ഈസ് ഈക്വൽ ടു 0 ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ y ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x ഈസ് ഈക്വൽ ടു മൈനസ് 5 ഡിവൈഡഡ് ബൈ 239 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയത്, വൈന് 0 കൊടുത്തപ്പോൾ എക്സിന് ഇതാണ് കിട്ടിയേക്കണത് അല്ലേ. സോ ഇതിൽ നിന്ന് നമുക്കപ്പോൾ പറയാൻ പറ്റാവുന്ന ഒരു പോയിന്റ് ഇതാണ്, കോർഡിനേറ്റ്സ്. എന്താണ് കോർഡിനേറ്റ്സ് ഓഫ് എ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ -5 ഡിവൈഡഡ് ബൈ 239,0 എന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പുട്ടിങ് എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ y ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് വരും. y ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 239 എന്ന് പറയുന്ന വാല്യൂ വരും. അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, കോർഡിനേറ്റ്സ് ഓഫ് b ഈസ് ഈക്വൽ ടു 0, 5 ഡിവൈഡഡ് ബൈ 239 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് ഇവിടെ നിന്നും കിട്ടുകയാണ് ചെയ്യുന്നത്. കിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ 2 കോർഡിനേറ്റ്സ് കിട്ടി. കോർഡിനേറ്റ്സ് ഓഫ് എ എന്ന് പറയുകയാണെങ്കിൽ -5/239,0 എന്നുള്ളതും കിട്ടി. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 0 കൊടുത്തപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ബി എന്ന് പറയുന്നത് 0,5/239 കിട്ടിയില്ല. അപ്പോൾ 5/239 ഈ -5/239 നോക്കണ്ട, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ വരും. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ടും എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മാറും എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് എന്ന് പറയുമ്പോൾ എൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ 2 പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ കണ്ടീഷനിൽ എക്സ് 0 ആണ്, ആ സമയത്ത് y എന്ന് പറയുന്നത് എത്രയാണ് വരിക, 5 ഡിവൈഡഡ് ബൈ 239. ഇതാണ് ബി എ. ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ഈ വാല്യൂ ഇവിടെ വരും. അപ്പോൾ ഇത് ഏകദേശം ഒരു -5/239 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരിക. ഇത് രണ്ടും കൂടി നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ലൈൻ നമുക്കിവിടെ ഫോം ചെയ്യും. ഇതെന്ന് പറയണത് ഒറിജിനാണ്, ഇതെന്ന് പറയണത് എ ആണെന്ന് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 വാല്യൂസ് 5/239, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5/239, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 5/239, അത് രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് OA ഈസ് ഈക്വൽ ടു OB ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും, ലിറ്ററലി അതിൻ്റെ വാല്യൂ 539 മോഡൽസ് എടുക്കുകയാണെങ്കിൽ ആ വാല്യൂ സെയിം ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെ അത് സെയിം ആയിട്ട് വരികയാണെങ്കിൽ ആംഗിൾ OAB ഈസ് ഈക്വൽ ടു ആംഗിൾ OBA എന്ന് പറയുകയാണെങ്കിൽ അത് എത്രയായിരിക്കും, 45 ഡിഗ്രി ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 90 ഡിഗ്രിയാണ്. കാരണം ആംഗിൾ AOB ഈസ് ഈക്വൽ ടു
എത്രയാണ് 90 ഡിഗ്രി എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. നല്ലൊരു കിഡിലും പ്രോബ്ലമാണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം.